എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ടാറോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റിവിറ്റി വരുന്ന ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് ഒരു കറണ്ട് ഫീലിങ്സ് ഓഫ് ദ പേഴ്സണാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണർ അത് രണ്ട് പൈൽ ഇതിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പൈലാണ്, ഇത് രണ്ടാമത്തെ പൈല്. ഇപ്പോൾ രണ്ട് പൈലായിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ റീഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് ഫീലിങ്സ് നോക്കാം. ഇത് ഒന്നാമത്തെ പൈൽ, ഇത് ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. അപ്പോൾ ഇതിലേതിനോടാണ് നിങ്ങൾ കൂടുതൽ റെസണേറ്റ് ആവുന്നത്, ഇതിലേത് പൈലിനോടാണ് നിങ്ങൾ കൂടുതൽ റെസണേറ്റ് ആവുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ആ പൈൽ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരും. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പാർട്ട്ണറുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതിന് നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് ഷഫിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് പറയാം. ഇപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പൈലിൻ്റെ റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് റെസണേറ്റ് ചെയ്തവരുടെ റീഡിംഗ് ഒന്ന് നോക്കാം. കുറച്ച് കാർഡുകൾ നമുക്ക് അതിനേക്ക് എടുത്ത് വയ്ക്കാം. ഫസ്റ്റ് പൈലാണ്, കുറച്ച് കാർഡുകൾ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ പൈലിൻ്റെ റീഡിങ്ങിൽ റെസണേറ്റ് ആയവരുടെ കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. അപ്പോൾ യൂണിവേഴ്സ് എന്തൊക്കെയാണ് ഈ ബന്ധത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഇതാണ് നിങ്ങളുടെ കാർഡ്സ്, ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഏസ് ഓഫ് വാൻഡ്സ് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അവരെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് മാറുന്നത്, നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ടാണ് അവർ കാണുന്നത്. അതാണ് ഒരു ഏസ് ഓഫ് വാൻഡ്സ് വന്നത്. തീർച്ചയായിട്ടും വളരെ 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 നല്ലൊരു കാർഡാണ്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, നിങ്ങൾ മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും അവരുടെ ലോകം എന്ന് പറയുമ്പോൾ നിങ്ങളാണ്. നിങ്ങളോട് അവർക്ക് ഭയങ്കര സ്നേഹമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി നിങ്ങളുമായിട്ടൊരു ഫാമിലിക്കായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നു. അതുപോലെ ഒരു പുതിയ തുടക്കത്തെ കാണുന്നു. അത് ഒരു ക്രിയേഷനെ സൂചിപ്പിക്കുന്ന കാർഡാണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അവരുള്ളതായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു. അപ്പം കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമാകുന്ന അവർക്ക് ഒരുപാട് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് കാണുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവരൊരു ഹെർമിറ്റ് മോഡിലിരിക്കുന്ന അവസ്ഥയായിട്ട് കാണുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാർഡും കൂടി ഒന്ന് ജസ്റ്റിഫൈ നോക്കാം. ക്ലാരിഫിക്കേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അബണ്ടൻസ് കാർഡാണ് കാണിക്കുന്നത്, ഒരു 10 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. കണ്ടോ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിഷമമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു നോൺ കോണ്ടാക്റ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിഷമമുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 10 ഓഫ് പെൻറ്റക്കിളാണ്. കണ്ടോ, രണ്ടുപേരും, ഇത് നിങ്ങളും അവരുമാണ്. അങ്ങനെ സങ്കല്പിച്ചാൽ അവരവരുടെ 10 ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് അവരുടെ ലൈഫ് സക്സസ് ആകുകയുള്ളൂ എന്ന് അവർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാർഡാണ്. പിന്നെ ഒരു ഹെർമിറ്റ് മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ അവർക്ക് സങ്കടമുണ്ട്. ഒരു പേജ് ഓഫ് വാൻഡ്സും കൂടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കാണുന്നു. ഒരു ഫെയ്ത്ത്ഫുള്ളാണ്, ഒരു ലവറായിട്ട് കാണുന്നു. നിങ്ങൾ ഒരുപാട് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അവരുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരൊരു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ലവ് ഓഫർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഒരു ടെമ്പറൻസ് കാർഡാണ്, അതായത് ബാലൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ടെമ്പറൻസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്ക് ആൻഡ് ഡൗൺ സിറ്റുവേഷനിലായിരിക്കാം. ഈ നോക്ക് ആൻഡ് ഡൗൺ സിറ്റുവേഷൻ മാറി നിങ്ങളുടെ ലൈഫ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധത്തിനൊരു ബാലൻസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കണ്ട, ഒരു കപ്പാണ്, കിങ് ഓഫ് കപ്പായിട്ടാണ് അവരിപ്പം ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു കപ്പ് എനർജി ഓഫർ ചെയ്യണമെന്നായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കിങ് ഓഫ് കപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു കിങ് ഓഫ് കപ്പായിട്ടാണ് അവർ നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും നമ്മുടെ കറണ്ട് ഫീലിംഗ് നോ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവരുടെ എല്ലാമാണ്. നിങ്ങളാണ് അവരുടെ പൂർത്തീകരണം, നിങ്ങളാണ് അവരുടെ പരിപൂർണതയെന്ന് അവർ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റമുള്ളതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഒരു പോസിറ്റീവ് കാർഡാണ് കിട്ടിയതെല്ലാം. ഒരു പുതിയ തുടക്കം അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് അവരുടെ എല്ലാമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരുമിക്കുന്നതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു നല്ലൊരു തുടക്കത്തെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഈ ഒരു ബന്ധം. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്നതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ടൊരു എപ്പോഴും മൂകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ആകുമെങ്കിൽ തീർച്ചയായിട്ടും താങ്ക്സ് യൂണിവേഴ്സ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ എഴുതുക. ഫസ്റ്റ് പൈലിൽ റെസണേറ്റ് ആയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതിൻ്റെ അടിയിൽ നമ്മുടെ താങ്ക്സ് യൂണിവേഴ്സ് നൽകുക. നമ്മൾ രണ്ടാമത്തെ പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ പൈൽ റീഡിങ് നോക്കാം. രണ്ടാമത്തെ പൈൽ റീഡിങ്ങിലേക്കാണ് പോണത്. രണ്ടാമത്തെ പൈൽ റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. രണ്ടാമത്തെ പൈൽ റീഡിംഗ് ആണ് പറയുന്നത്. തീർച്ചയായിട്ടും രണ്ടാമത്തെ പൈൽ റീഡിംഗ് നമുക്ക് നോക്കാം. ഒരു വെയിറ്റിംഗ് എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ പൈൽ നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. കണ്ടോ, അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പേര് റെസൊണേറ്റ് ചെയ്തിരുന്ന വ്യക്തി എന്തൊക്കെയോ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അവരുടെ മനസ്സിൽ ഈ സമയം നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം. തീർച്ചയായിട്ടും അവർ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണുന്നു. പക്ഷേ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട്, നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണമെന്നും ഒക്കെയുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി വേറെ എന്തൊക്കെയോ ഒരു ഇതിനായിട്ട് കാണുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയായിട്ടൊക്കെ കാണുന്നു. ഒരു സാമ്പത്തികം അതിൻ്റെ കുറവ് കാണുന്നു ഈ വ്യക്തിയുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ക്യൂൻ ഓഫ് ആൻഡ് എനർജിയാണ് അടുത്ത കാർഡും കൂടി എടുക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട്. പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന വളരെ കുറച്ച് മാത്രമാണ്. കാര്യം അവരുടെ ലൈഫിൽ അല്ലാതെ പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുന്നു. ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, അടുത്ത കാർഡ് എടുത്തപ്പോൾ കണ്ടോ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർ വേറെ രീതിയിൽ പോകുന്ന അവരുടേതായ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടേതായ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു എനർജി പോലെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടെങ്കിലും ഈ നിമിഷം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് ആഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പം ഈ നിമിഷം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷേ ഈ നിമിഷം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാര്യം അവർ വേറെ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി നോക്കിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി. അതായത് കണ്ടോ, അടുത്തൊരു കാർഡും കൂടെ എടുത്തു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ഈ സമയത്ത് ചിന്തിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരട്ടെ. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അവരിതിനെപ്പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കുന്നില്ല.
അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അവരവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ്. അവരൊരുപാട് വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടോ, ഈ കാർഡ് ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താണ്? വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. എന്നാലും ഈ ഒരു സമയം അവർക്ക് നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവരെന്തൊക്കെയാണ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ 2 കാർഡ് ഞാൻ എടുത്തു. തീർച്ചയായിട്ടും ഈ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും സപ്പോർട്ടും ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. കറണ്ട് ഫീലിംഗ് നോ കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് സക്സസ് ആയി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം.